പത്തനംതിട്ട പോക്സോ കേസിൽ 62 പേരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടി പറഞ്ഞുവെന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ്. വീടുമായി അടുപ്പമുള്ള ആളുകളാണ് ആദ്യം പീഡിപ്പിച്ചത്. കായിക താരമായ പെൺകുട്ടി പരിശീലകരാലും പീഡിപ്പിക്കപ്പെട്ടു. സന്നദ്ധ സംഘടനയോട് തനിക്ക് പലതും തുറന്നു പറയാനുണ്ടെന്ന് പെൺകുട്ടി തന്നെയാണ് അറിയിച്ചതെന്നും CWC ചെയർമാൻ പറഞ്ഞു. മഹിളാ സമാഖ്യ എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുടെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ കാണുന്നതും കുട്ടി ഇവരോട് ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതൊക്കെ ആയിട്ട് കുട്ടിക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ച് ഓപ്പൺ അപ്പ് ആവണം എന്നുള്ള നിലയ്ക്കൊരു ആവശ്യമാണ് അവരോട് ഉന്നയിച്ചത്. അപ്പോൾ ആ മഹിളാ സമാഖ്യയുടെ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു. അവർ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയും കുട്ടിയുടെ അമ്മയും അവിടെ CWC ഞങ്ങൾ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്താണ് കുട്ടിക്കുണ്ടായ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ ചിലരുടെയെങ്കിലും ഫോൺ നമ്പറുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ, ചില സ്ഥലങ്ങളിൽ പോയതിൻ്റെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ ആദ്യ ഇരുപ്പിൽ തന്നെ പറഞ്ഞു. പക്ഷേ നമുക്ക് CWCന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അത് കൗൺസിലിങ്ങിന് വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിസ്റ്റിന് തന്നെ കൈമാറുന്നത്. സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് 62 പേരുടെ പേര് ഉൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു. അതിൽ പേരുകളുണ്ട്, അവരുടെ പ്രായത്തെ സംബന്ധിച്ച് സൂചനയുണ്ട്, എവിടെ വെച്ച് എന്തൊക്കെ എന്നുള്ള നിലയ്ക്കുള്ള വിവരണങ്ങളുണ്ട്. പക്ഷെ അതിന് ശേഷം ഈ കുട്ടിയുടെ ഈ ഫോൺ നമ്പർ, ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു. ഈ 2 റിപ്പോർട്ടും നമ്മൾ പല സ്റ്റേഷൻ പരിധികളിൽ വരുന്ന എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു മോണിറ്ററിങ് സംവിധാനം കുറേ കൂടെ സൂപ്പർവിഷൻ ഇത് കുറേ കൂടെ ഭേദപ്പെടുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ സൂപ്രണ്ട് ഓഫ് പോലീസിന് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണെങ്കിലും അത് ആ ലെവലിലാണല്ലോ കുറേ കൂടെ മെച്ചപ്പെടുക. അതുകൊണ്ട് അങ്ങനെ കൊടുത്ത സമയത്ത് തന്നെ സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് അതിനകത്തൊരു സമയനഷ്ടത്തിൻ്റെ പ്രശ്നം ഒതുക്കാതെ തന്നെ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് സർക്കാർ സംവിധാനം, മിഷണറീസ് എല്ലാം നന്നായിട്ട് തന്നെ വിവരങ്ങളെ വേണ്ട രീതിയിൽ ഗൗരവത്തിലെടുത്തതാണ് ഇപ്പോൾ ഈ കേസ് ഇത്ര വരെ മുന്നോട്ട് പോകാനുള്ള കാരണമായത്. നന്ദുഷ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. നന്ദുഷ, CWCയുടെ അംഗത്തിന്റെ വാക്കുകളാണ് കേട്ടത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് പെൺകുട്ടി തന്നെയാണ് ഈ സന്നദ്ധ സംഘടനയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നറിയുന്നു. എങ്ങനെയാണ് പെൺകുട്ടി ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ CWCയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നതും? ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് മഹിളാക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഗൃഹസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിനിടയിലാണ് ഈ പെൺകുട്ടി ഇവർ ഈ സന്നദ്ധ പ്രവർത്തകരുമായി സംസാരിക്കുകയുണ്ടായത്. അവർക്ക് ഈ പെൺകുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്ന കാര്യം അറിയിക്കുകയും അതിനെ തുടർന്ന് ഇവർ 2 സന്നദ്ധ പ്രവർത്തകർ ഈ പെൺകുട്ടിയുമായി സംസാരിക്കുകയും ചെയ്തു. അതിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കിയതോടെ ഇത് വളരെയധികം വ്യാപ്തിയുള്ള വളരെയധികം ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം CWCക്ക് ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ കൈമാറുകയുമായിരുന്നു. അതിനുശേഷമാണ് CWC പെൺകുട്ടിയും അമ്മയും കൂടി 2 ദിവസത്തെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നത്. അമ്മയോടൊപ്പമാണ് ഈ പെൺകുട്ടി എത്തിയത്. 2 ദിവസം അവിടെ താമസിച്ച് കൗൺസിലിങ്ങിന് വിധേയമാവുകയായിരുന്നു. അതിനിടയിൽ പെൺകുട്ടി കൂടുതൽ വിവരങ്ങൾ, അതായത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ CWC കൗൺസിലിംഗ് ടീമിനോട് പറയുകയുണ്ടായി. സൈക്കോളജിസ്റ്റ് അടക്കമുള്ള ആളുകൾ ഈ പെൺകുട്ടിയുമായി സംസാരിച്ചതെന്നാണ് ഇത്തരത്തിലുള്ള വലിയ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. ഏതാണ്ട് 60-ലധികം ആളുകൾ തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത്. അതോടൊപ്പം ഏതാണ്ട് 42ഓളം ആളുകളുടെ പേര് വിവരങ്ങൾ അതടക്കമുള്ള കോണ്ടാക്ട് നമ്പറുകൾ അച്ഛന്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തി. അതിനുശേഷം ഈ പെൺകുട്ടിയെ കൂടുതൽ കൗൺസിലിംഗ് അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ മാനസികാരോഗ്യത്തെ കൂടി മുൻനിർത്തി അതിന് തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പെൺകുട്ടിയെ മാറ്റുകയാണ് ഉണ്ടായത്. അതോടൊപ്പം ഈ കൗൺസിലിംഗ് റിപ്പോർട്ട് CWC പോലീസിന് കൈമാറി. അതിനുശേഷമാണ് ഈ കോന്നി, റാന്നി, പത്തനംതിട്ട ടൗൺ അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ
ഒരു പോലീസ് സ്റ്റേഷൻ ഇത്രയിടങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചു. അപ്പോൾ ഈ പേരുകളിൽ അടങ്ങിയിട്ടുള്ള ആളുകൾ ഈ സ്റ്റേഷനിലാണ് ഉണ്ടായത് മനസ്സിലാക്കിയതിനു ശേഷം ഈ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇന്നലെ 5 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് ഇതുവരെ 10 പേര് വരെ ആയിട്ടുണ്ട് കസ്റ്റഡിയിൽ. ഇതോടൊപ്പം ഈ പെൺകുട്ടി ഒരു കായിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒപ്പം പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ പരിശീലിപ്പിച്ചവരും ഈ പീഡിപ്പിച്ചവരിൽ ഉണ്ടെന്നാണ് പറയുന്നത്. 14 വയസ്സ് മുതൽ താൻ ലൈംഗിക അതിക്രമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു പെൺകുട്ടി CWCക്ക് നൽകിയ വെളിപ്പെടുത്തലിൽ പരാമർശിക്കുന്നത്. അച്ഛനുമായി ബന്ധമുള്ള, തന്റെ വീടുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെ ആദ്യമായി ലൈംഗികമായി ദുരുപയോഗം ചെയ്തതെന്നും പെൺകുട്ടി വെളിപ്പെടുത്തുകയുണ്ടായി. അവരുടെ ഒക്കെ തന്നെ പേരുവിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 1-2 പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നത്. ബാക്കിയുള്ളവരുടെ കസ്റ്റഡി നടപടികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതോടൊപ്പം എസ്പിയുടെ പ്രത്യേക മേൽനോട്ടവും കേസിന് പിന്നാലെയുണ്ട്. ഇതിൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെടുകയും പോലീസിന് കൃത്യമായ നടപടി, കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാക്കണമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. നന്ദുഷ, 14 വയസ്സ് മുതൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്. ഏകദേശം 4 വർഷത്തോളം. നിലവിൽ പെൺകുട്ടിക്ക് 18 വയസ്സുണ്ടെങ്കിലും ആ ഒരു കുട്ടിയുടെ വലിയൊരു ട്രോമയിലൂടെ ആയിരിക്കും ആ കുട്ടി കടന്നു പോയിട്ടുണ്ടാകുക. വലിയ രീതിയിലുള്ള കൗൺസിലിങ്ങുകളൊക്കെ ഇനിയും ആവശ്യമുണ്ട്. നിലവിൽ ഈ കുട്ടി CWCയുടെ സംരക്ഷണയിലാണോ ഉള്ളത്? തീർച്ചയായും സ്നേഹ, CWCക്ക് ഈ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ബാക്കിയുണ്ട്. കാരണം ഈ നിലവിൽ പ്രായപൂർത്തിയായെങ്കിൽ പോലും ഇതൊരു പോക്സോ കേസായതിനാൽ ഈ പെൺകുട്ടിക്ക് ഒരു ചെറിയ കുട്ടിക്ക് നൽകുന്ന, ഒരു പോക്സോ പ്രായപരിധിയിൽ വരുന്ന കുട്ടിക്ക് നൽകുന്ന അതേ പരിഗണന തന്നെയാണ് നിലവിൽ CWC ഭാഗത്തു നിന്ന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ തുടർ വിദ്യാഭ്യാസം, അതിന്റെ മാനസികമായിട്ടുള്ള ആഘാതങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതെല്ലാം തന്നെ CWC ഉറപ്പുവരുത്തുന്നുണ്ടെന്നാണ് ഈ അവസരത്തിൽ ചെയർമാൻ നമ്മളോട് വിശദീകരിച്ചത്. ഏതായാലും ഒരു അത്ലറ്റ് ആയിട്ടുള്ള കുട്ടിക്ക് അതിന്റെ ഭാവിയെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന് സുഗമമായ രീതിയിൽ അതിന്റെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുമെന്നാണ് CWC ചെയർമാൻ നമ്മളോട് വിശദീകരിച്ചത്. ഏതായാലും ആ കുട്ടിക്ക് വളരെ വേദന ഉണ്ടാക്കിയ 14 വയസ്സ് മുതൽ ഇത്തരത്തിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനാൽ ഈ കുട്ടിക്ക് വലിയ മാനസികാഘാതമാണ് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി ഒടുവിൽ എല്ലാം തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയത്. എന്തായാലും ഈ പീഡനത്തിന് ഇരയാക്കിയവരെ എല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന ഒരു വാശി ഈ കുട്ടിക്ക് ഉണ്ട് എന്നതിനാണ് എല്ലാവരുടെയും പേരുവിവരങ്ങൾ അടക്കം CWCക്ക് കുട്ടി കൈമാറിയത്. ഏതായാലും കുട്ടിയുടെ സംരക്ഷണം പൂർണ്ണമായി ഉറപ്പുവരുത്തുമെന്നാണ് CWC നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. സ്നേഹം.